നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പം നെക്സ്റ്റ് വീക്ക് പ്രൊമോയും കാര്യങ്ങളൊക്കെ ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ ശരത്തിനെയും കൂട്ടി രേവതി സച്ചി നേരെ മഹേഷിന്റെ വീട്ടിലേക്ക് വരുവാണ്. ഒരു കാരണവശാലും ശരത്തിനെ പോലീസ് പിടികൂടാൻ പാടില്ല. കുറച്ച് ദിവസം ശരത്ത് ഒളിവിലിരിക്കട്ടെ, പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിക്കുന്നോടം വരെ. കാരണം ചന്ദ്രമതി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ സീൻ വേറെയാവും. ശരത്തിനെ പോലീസ് അന്വേഷിക്കുകയും ചെയ്യും. അതിനേക്കാൾ ഉപരി വീട്ടിൽ അവൻ നിന്നിട്ടുണ്ടെങ്കിൽ അവന് ഭയങ്കര ടെൻഷനായിരിക്കും. അങ്ങനെ മഹേഷിന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം ദേവതി ചോദിച്ചു, എന്താ സച്ചിയുടെ ഇവിടെ? അതെ, ഒരു കാര്യം ചെയ്യാം, ശരത്തിനെ നമുക്ക് ഇവിടെ ആക്കാന്ന് പറഞ്ഞു. അങ്ങനെ ശരത്തിനോട് പറഞ്ഞു, ബാട ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ ശരത്ത് കാറിൽ നിന്ന് ഇറങ്ങി. എന്താ സച്ചിയേട്ടാ? അതെ, ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിന്നാ മതി, മഹേഷിന്റെ വീട്ടില്. അല്ല അത് പിന്നെ. അപ്പോഴേക്കും മഹേഷും ഭാര്യയും കൂടെ ഇറങ്ങി വന്നു. ആ ആ സച്ചി ബാ സച്ചി എന്നൊക്കെ പറഞ്ഞു. എന്താടാ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. പിന്നീട് സച്ചി കാര്യം പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മഹേഷ് പറഞ്ഞു, ഇത്രയും കാലം നീ ആ വീഡിയോ ഒളിപ്പിച്ചു വെച്ചു. പക്ഷെ അന്ന് ആ വീഡിയോ നീ ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങിയതാ. പക്ഷെ ഞാനാ സമ്മതിക്കാത്തല്ലേ. സച്ചി പറഞ്ഞു, അതൊക്കെ പോട്ടടാ, ഇനി അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവനെ എങ്ങനെയും സേഫ് ആക്കണം, അത് മാത്രം എന്റെ മനസ്സിലുള്ളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു, അല്ല എന്ത് ചെയ്യാനാ നിന്റെ പ്ലാന്? നീ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. കുറച്ച് ദിവസം പ്രശ്നങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങുന്നോടം വരെ ഇവൻ ഇവിടെ നിന്ന് നിർത്തണമെന്ന് പറഞ്ഞു. എന്താടാ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിച്ചു. അപ്പോഴേക്കും മഹേഷ് സച്ചിയോട് ചോദിച്ചു, എന്ത് വർത്താനോടാ നീ പറയണേ? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിനക്ക് ഞാനൊരു ഉപകാരം ചെയ്തു തരണ്ടേ? ഇവൻ ഇവിടെ സേഫ് ആയിരിക്കും, ഇവന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ഒരു പോലീസ് ഇവനെ തേടി ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് പറഞ്ഞു. എടാ, ഇപ്പോഴത്തെ ഈ അവസ്ഥ ആയതുകൊണ്ടാ, നിനക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് എന്ത് ബുദ്ധിമുട്ടാടാ, എന്നെ എത്രയോ വട്ടം സഹായിച്ചിട്ടുള്ളവനാ നീ. അപ്പം നിന്റെ അളിയനല്ലേ, പോരാത്തന് രേവതിയുടെ അനുജനും കൂടെയാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ സഹായം ചെയ്തു തന്നില്ലെങ്കിൽ വേറെ ആരാ സഹായം ചെയ്തു തന്നെ? ഇവനിവിടെ ഒരു കുറവും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചു പറഞ്ഞു, ഒത്തിരി നന്ദിയുണ്ട്. കാരണം നിനക്കറിയാലോ, ഇപ്പോഴത്തെ ഈ സാഹചര്യം ഒന്ന് കടന്നു കിട്ടിയാൽ പിന്നെ പ്രശ്നമില്ല. രേവതി മഹേഷിന്റെ ഭാര്യയോട് പറഞ്ഞു. അല്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് എന്ത് ബുദ്ധിമുട്ടാ രേവതി? സച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്ന എന്റെ സ്വന്തം ചേട്ടനായിട്ടാ. അപ്പൊ അതുകൊണ്ട് ആ കാര്യത്തിലൊന്നും ഒരു പേടിയില്ല. സച്ചേട്ടൻ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേണ്ടേ സഹായിക്കാനെന്നൊക്കെ പറഞ്ഞു. രേവതിക്ക് അതോടെ കേട്ട് കഴിഞ്ഞപ്പം സന്തോഷമായി. അങ്ങനെ സച്ചി ശരത്തിന്റെ അടുത്ത് ചെന്നു. ശരത്തിന്റെ അടുത്ത് നിന്റെ ഫോൺ ഇങ്ങ് തരാൻ പറഞ്ഞു. അങ്ങനെ ഫോൺ വാങ്ങി ഓഫ് ചെയ്തു. കൈ വെച്ചിട്ട് പറഞ്ഞു, ഈ ഫോൺ നീ ഇപ്പം തൽക്കാലത്തേക്ക് ഉപയോഗിക്കണ്ട. പിന്നെ ആരുടെ നമ്പറിൽ നിന്നൊന്നും വിളിക്കുകയും ചെയ്തേക്കില്ല. നിന്നോട് സംസാരിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, മഹേഷിന്റെ ഫോണിലേക്ക് വിളിച്ചോളാം, കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം, നിനക്ക് ഇവിടെ ഒന്നിനൊരു കുറവും വരത്തില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം ശരത്ത് പറഞ്ഞു, ശരിയെന്ന് പറയാണ്. അങ്ങനെ രേവതി എന്നിട്ട് ശരത്തിനോട് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട കേട്ടോടാ മോനെ, നിനക്കൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല, നിന്നെ ഞങ്ങൾ ഉറപ്പായിട്ടും രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ഇനി എങ്ങനെ അവൻ വീണ്ടും ആത്മഹത്യാ ശ്രമം നടത്തിയാലോ എന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഒന്ന് ആത്മഹത്യാ ശ്രമം നടത്തിയതാണല്ലോ. അങ്ങനെ പിന്നീട് സച്ചിൻ രേവതിയും കൂടെ പുറത്തു വരുമ്പോൾ മഹേഷും കൂടെ ആ കൂടെ അങ്ങോട്ട് വരുവാണ്. മഹേഷിനോട് സച്ചി പറഞ്ഞു, അതെ, ഇതിനിടയ്ക്ക് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിടാം. ശരത്ത് അവിടെ നിന്നോണ്ടാ ഞാൻ പറയാതിരുന്നേ, അവൻ ആത്മഹത്യാ ശ്രമം നടത്തിയായിരുന്നു പറഞ്ഞു. ആത്മഹത്യാ ശ്രമം? അതെ, അതുകൊണ്ടാണ് ഞാൻ അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേ. ആ വീട്ടിൽ ഇനി നിർത്തുന്നത് ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം പോലീസൊക്കെ ഇനി വന്നിട്ടുണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. എടാ സച്ചി, നീ പേടിക്കണ്ടടാ, നീ ധൈര്യമായിട്ട് പോയിക്കോ, ഞാൻ അവനെ നോക്കിക്കോളാന്ന് പറഞ്ഞു. അങ്ങനെ രേവതി സച്ചി അവിടുന്ന് പോരുവാണ്. പോരുന്ന സമയത്ത് രേവതി പറഞ്ഞു, എനിക്ക് നല്ല ടെൻഷനുണ്ട് സച്ചിയേട്ടാ. എന്താ? അല്ല, ശരത്തിന്റെ കാര്യം ഓർത്തിട്ടെ. അല്ലാതെ സച്ചിയേട്ടാ, സച്ചേട്ടൻ എന്താ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയാതിരുന്നേ? എന്റെ പൊന്നെ, അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം. അന്ന് ഡിലീറ്റ് ചെയ്യാൻ തുടങ്ങിയതാ. മഹേഷ പറഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞേ. ഒരു പക്ഷെ നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിന്റെ കയ്യിലൊരു തെളിവ് വേണമെന്ന് പറഞ്ഞു. തെളിവ് മാത്രമല്ല, ശരത്തിനെ നേർവഴിക്ക് നടത്താനായിട്ട് ഈ വീഡിയോ ഉപകരിക്കുമെന്ന് പറഞ്ഞു. അവന്റെ സ്വഭാവം അറിയാലോ, അവനെ ആ സമയത്ത് ആന്റണിയോട് കൂടെ ചേർന്നിട്ട് പല പ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നല്ലോ. എന്നാലും എന്റെ ഫോൺ കാണാതെ പോയതിന്റെ പിറ്റേ ദിവസം തന്നെ ഈ വീഡിയോ ലീക്ക് ആയത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലാത്ത. രേവതി പറഞ്ഞു, അതാ എനിക്കും അറിയത്തില്ലാത്ത. ഒരു പക്ഷെ ഇനി ആന്റണി ആയിരിക്കും. ആന്റണിയോ? അവനായിരിക്കില്ല. അവനാ ചെയ്യായിരുന്നെങ്കിൽ നേരത്തെ ചെയ്യായിരുന്നല്ലോ. ഇതിന്റെ പിന്നിൽ വേറെ ആരോ ഉണ്ട് രേവതി. രേവതി പറഞ്ഞു, നമ്മൾ നശിച്ചു കാണാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെ ഇതിന് പിന്നിലുള്ളതെന്ന് എനിക്ക് തോന്നേ. സാരമില്ല, വിഷമിക്കേണ്ട സച്ചേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി തന്റെ പേഴ്സിനകത്തൊരു ഫോൺ എടുത്ത് കൊടുക്കണം. ഇതെന്താ? അത് ഞാൻ സച്ചേട്ടന് വേണ്ടിയിട്ട് വാങ്ങിച്ച പുതിയ ഫോണോ? അതിന് ഞാൻ നിന്നോട് ഫോൺ മേടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ഞാൻ ശരത്തിനെയും കൂട്ടി പോയി ഫോൺ വാങ്ങിയത്. പക്ഷെ ഈ സമയത്തല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്, അതുകൊണ്ട് തരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. സച്ചേട്ടന് വലിയ വിലയുടെ ഒന്നും അല്ല, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. രേവതി, വിലയിലൊന്നും കാര്യമില്ല, എനിക്കൊരു ഫോൺ മാത്രം മതി. നിനക്കറിയാലോ, ഇപ്പൊ അത് കിട്ടിയില്ലല്ലോ, എനിക്ക് പ്രശ്നമില്ലായിരുന്നു. അത് ശരിയാകത്തില്ല സച്ചേട്ടാ. എന്നാലും
ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമായിരിക്കുമല്ലോ അല്ലേ? അവസാനിക്കണം. ഇനി എനിക്കൊരു പേടിയെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേനും അമ്മ എന്ത് പറയുമെന്നാ. കാരണം അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണല്ലോ ഇത്. അതിനേക്കാൾ ഇവര് അമ്മ പരാതി കൊടുത്താൽ തീർന്നു. അമ്മ പരാതി കൊടുക്കണം നോക്കണം. പരാതി കൊടുക്കാൻ നോക്കിയിട്ട കാര്യമുള്ളെന്ന് പറഞ്ഞു. രേവതി പറഞ്ഞു, എനിക്ക് അമ്മയുടെ മുഖത്ത് നോക്കുന്നേക്കാളും ബുദ്ധിമുട്ട് അച്ഛൻ്റെ മുഖത്ത് നോക്കുന്ന. കാരണം അച്ഛന് ഇത് സഹിക്കാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോൾ അച്ഛൻ എന്നോടും ദേഷ്യം കാണുമായിരിക്കും എന്ന് പറഞ്ഞു. സച്ചി പറഞ്ഞു, അങ്ങനെ ദേഷ്യം കാണിക്കുന്ന ഒരാളല്ല അച്ഛന്. നിനക്കറിയാവുന്ന കാര്യമല്ലേ. പിന്നെ നീ അതൊക്കെ ഓർത്ത് എന്തിനാ ടെൻഷൻ അടിക്കുന്നു ചോദിച്ചു. രേവതി പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ സച്ചേട്ടാ. പക്ഷെ എൻ്റെ അനുജനല്ലേ ശരത്ത്. അവൻ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് എന്താ, ഞാനും ആ കുടുംബത്തിലെ അംഗം തന്നെയല്ലേ. അപ്പൊ കുറ്റപ്പെടുത്താനായിട്ട് എളുപ്പമുള്ള കാര്യങ്ങളല്ലേ. രേവതി സച്ചി ആശ്വസിപ്പിച്ചു. സാരമില്ല, ഇത്രയും കാലം ഞാൻ ആ വീഡിയോ എൻ്റെ ഫോണിൽ ഒളിപ്പിച്ച് വെച്ചതിന്റെ കാര്യം അതാ. ഒരു കാരണവശാലും ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്. അല്ലായിരുന്നെങ്കിൽ അന്ന് അവന്റെ കൈ ഒടിച്ച സമയത്ത് എനിക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറയായിരുന്നു എന്തുകൊണ്ടാ ചെയ്തതെന്ന്. പക്ഷെ നിന്റെ മനസ്സ് വേദനിക്കും. അത് ഓർത്തിട്ട് മാത്രം ഞാനൊന്നും പറയാതിരുന്നേന്ന് പറഞ്ഞു. രേവതിക്ക് മനസ്സിലായി സച്ചിക്ക് തന്നോടുള്ള സ്നേഹത്തെക്കുറിച്ച്. പക്ഷെ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. സംഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു പോയില്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ രേവതിയും കൂട്ടി സച്ചി വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് ചന്ദ്രമതിയൊക്കെ കട്ടക്കലിപ്പിൽ ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ സച്ചിയും രേവതിയും കൂടെ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോഴത്തേനും ചന്ദ്രമതി പറഞ്ഞു, നീയെ എങ്ങോട്ടാടാ ഇവളെയും കൂട്ടിക്കൊണ്ട്? ഇവളെന്റെ ഭാര്യ, പിന്നെ ഇവൾ എന്നോടൊപ്പം അല്ലാതെ പിന്നെ വേറെ എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. അതെ, നിന്റെ മനസ്സിൽ വെച്ചാൽ മതി, ഇവളെ ഇങ്ങോട്ടേക്ക് കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു, എടാ ഇവളുടെ സഹോദരൻ കാരണം ഞങ്ങളൊക്കെ എത്രമാത്രം നാണം കെട്ടപ്പം നിൽക്കണമെന്നറിയോ. കടയിൽ പോലും പോയി ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന വീഡിയോ അല്ലേ. എന്നിട്ട് അവളെയും വിളിച്ചുകൊണ്ട് നീ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു. അത് കേട്ടപ്പോൾ സച്ചി രൂക്ഷമായിട്ട് ശ്രുതിയെന്ന് നോക്കി. അതൊക്കെ പറയാൻ നിനക്ക് എന്ത് യോഗ്യതയുടെ ഉള്ളത്? കല്യാണ മണ്ഡപത്തിൽ വെച്ച് ഇവിടെ ഉപേക്ഷിച്ച് നീ ഇറങ്ങിപ്പോയതല്ലേ അന്ന് അത്ര ആൾക്കാർ നോക്കി നിൽക്കണ സമയത്ത് നാണം കെടുത്തില്ലേ നീ അച്ഛനെ അമ്മയൊക്കെ? അന്ന് നിനക്ക് ഈ നാണക്കേടൊന്നും തോന്നിയില്ലേ? ഹോ, എന്നിട്ട് ഇപ്പൊ അവര് നാണക്കേടും പറഞ്ഞു എന്ന് വന്നിരിക്കുന്നു. അന്ന് നീ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് നിന്ന ഈ അച്ഛനും അമ്മയൊക്കെ. അന്നെന്താടാ, നിനക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു എന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു, അത് പിന്നെ കഴിഞ്ഞു പോയ കാര്യമില്ലേ, മിണ്ടരുത് നീയ. അതിനുശേഷം അച്ഛന്റെ പണം അടിച്ചോണ്ട് പോയി. അപ്പൊ നിനക്കില്ലാത്ത നാണക്കേട് ഇപ്പൊ എവിടുന്ന് വന്നെന്ന് ചോദിച്ചു. ചന്ദ്രമതി പറഞ്ഞു, സച്ചി നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. അതെ, എനിക്കിത് ആവശ്യമുള്ള കാര്യമെന്ന് പറഞ്ഞു. പിന്നീട് രേവതിയുടെ കയ്യെ പിടിച്ചിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി. അതിനുശേഷം രവീന്ദ്രന്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു, ഒരിക്കലും മനഃപൂർവ്വമല്ല അവൻ അത് ചെയ്തത്. കാരണം അവന്റെ ദേഷ്യം കൊണ്ട് അവൻ ചെയ്തു പോയതാന്ന് പറഞ്ഞു. അത് കേട്ടിച്ചപ്പം ശ്രീകാന്ത് ചോദിച്ചു, എന്തൊക്കെയാണ് സച്ചി നീ പറയണേ? അല്ല, അന്ന് നേരത്തെ ബൈക്ക് മോഷ്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒരു ദിവസം ക്ഷമ ചോദിക്കാനായിട്ട് അവനിവിടെ വന്നായിരുന്നല്ലോ, അത് നിങ്ങൾക്ക് ഓർമ്മയില്ലേന്ന് ചോദിച്ചു ശ്രീകാന്തിനോട്. ആ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. രവീന്ദ്രനോട് പറഞ്ഞു, അച്ഛാ അന്ന് ക്ഷമ ചോദിക്കാൻ വന്ന അവനിവിടെ. പക്ഷേങ്കിൽ അന്ന് ഇവിടുന്ന് പണം മോഷ്ടിച്ചെന്നും പറഞ്ഞുകൊണ്ട് കള്ളക്കഥ ഉണ്ടാക്കി അമ്മ എന്ത് ചെയ്തു, കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. എന്നിട്ടോ അവനെ അടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അവനുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ദേഷ്യം തീർക്കാനായിട്ട് അവൻ ചെയ്തതാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രുതി പറഞ്ഞു, എന്ത് തന്നെയാണേലും ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറഞ്ഞു. ദേ പൗഡേട്ടത്തി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ വന്ന് അവനെ കുറ്റം ചാർത്തിയിട്ട് അവന്റെ കർണത്ത് തല്ലിയായിരുന്നു. എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് ഇപ്പൊ എല്ലാവരും ന്യായം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നോ? രവീന്ദ്രൻ പറഞ്ഞു, എടാ കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ അതിനുള്ള പ്രതിവിധി ഇതാണോ? ഇങ്ങനെയാണോ ചെയ്യേണ്ടിയിരുന്നേ? അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അന്ന് അമ്മയെ അവൻ തള്ളിവിട്ട സമയത്ത് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ? ആര് മറുപടി പറഞ്ഞാലും നീ പറയുവാടാ. ചന്ദ്രമതി പറഞ്ഞു, ഓ എനിക്കെന്ത് സംഭവിച്ചാലും ഇവന് പ്രശ്നമില്ലോ. ശ്രുതി പറഞ്ഞു, എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്നൊക്കെ സച്ചിയോട് പറയണം. സച്ചി പറഞ്ഞു, പിന്നെ അമ്മയോട് ഭയങ്കര സ്നേഹമുള്ളൊരു പുത്രം വന്നിരിക്കുന്നു, ഒന്ന് പോടാ അവിടുന്ന്. അച്ഛനോടും അമ്മയോട് സ്നേഹമുള്ളവനാണെങ്കിൽ നീ ആ പണമൊക്കെ അടിച്ചോണ്ട് പോകത്തില്ലായിരുന്നു പറഞ്ഞു. ശ്രുതി പറഞ്ഞു, സച്ചി ഞങ്ങളത് തിരിച്ചു കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട് പോലും. രവീന്ദ്രൻ പറഞ്ഞു, സച്ചി എന്തൊക്കെയാണ് ശരി, ശരത്ത് ചെയ്ത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതിനിങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത്. കാരണം ഇതിനെ ഒരിക്കലും എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സച്ചി പറഞ്ഞു, എന്താച്ചാ, കാരണം അവന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ അറിയാലോ, അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന പയ്യനല്ലേ. ഒരു തവണത്തേക്കൂടെ അവനോട് നമുക്കൊരു ക്ഷമിച്ചുകൂടെന്ന് ചോദിച്ചു. ആ സമയത്ത് ശ്രീകാന്തും വർഷം പറഞ്ഞു, എന്താണെങ്കിലും സച്ചേട്ടാ ഇത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഈ കാര്യത്തിന് കൂട്ടിവയ്ക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. ശരത്ത് ചെയ്ത തെറ്റായിട്ടൊരു കാര്യം, ഒരിക്കലും അങ്ങനെ മോഷ്ടിക്കാൻ പാടില്ലായിരുന്നു പറഞ്ഞു. എല്ലാരും ചുറ്റും നിന്ന് എതിർക്കുവാണ്. രേവതിക്കും ഭയങ്കര വിഷമമായി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇനിയിപ്പം അമ്മ എങ്ങാനും പരാതി കൊടുത്ത തീർന്നു. അതോടുകൂടിയിട്ട് തന്റെ അനുജന്റെ ഭാവി തീരും എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു മനസ്സിൽ. രവീന്ദ്രനാണ് ഇത്ര നാളും അവരോടൊപ്പം നിന്ന. പക്ഷെ ഇപ്പോഴാണെങ്കിലോ ഈ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മോഷണക്കുറ്റം ചെറിയ കാര്യമൊന്നുമല്ലോ, അതിനെ സപ്പോർട്ട് ചെയ്യാൻ രവീന്ദ്രന് സാധിക്കുന്നുണ്ടായിരുന്നില്ല.
സച്ചി എന്താ ഒരു തീരുമാനം എടുത്തായിരുന്നു എന്ത് വന്നാലും ശരത്തിനെ രക്ഷിക്കണം എന്നുള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു.